പ്രതീക്ഷ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് മോന്ത കരതൊടാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായി ആന്ധ്രാ തീരത്തുൾപ്പെടെയുള്ള ജാഗ്രത, തെക്കൻ ഒഡീഷ തീരത്തുൾപ്പെടെയുള്ള ജാഗ്രത. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക, എന്ത് കാലാവസ്ഥാ മാറ്റമാണ് ഉണ്ടാക്കുക, മഴ ഏതൊക്കെ ജില്ലകളിൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്, മുന്നറിയിപ്പ് എങ്ങനെയാണ്, ഇതടക്കം സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇന്ന് തുടങ്ങുകയാണ്. ഇതുൾപ്പെടെ തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എങ്ങനെയാണ്? അർജിത്ത്, തെക്കൻ കേരളത്തിൽ പ്രധാനമായും മഴ കനക്കുമെന്നതാണ് പ്രധാനമായും പറയാനുള്ളത്. കാരണം ഈ വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ പല ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റീജിത സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺത ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടുകൂടി തന്നെ തീവ്ര ചുഴലിക്കാറ്റായി മാറുന്നുണ്ട്. ആന്ധ്രാ തീരങ്ങളെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്വാധീനത്താൽ കേരള തീരത്തും ശക്തമായ മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഈ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും നിലവിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ പൊതുജനങ്ങൾ ഒരു ജാഗ്രത പാലിക്കണമെന്ന അറിയിപ്പാണ് നൽകാനുള്ളത്. മറ്റൊന്ന്, റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ വോട്ടർമാർക്ക് വിതരണം ചെയ്യാനുള്ള എന്യൂമറേഷൻ ഫോമിന്റെ പ്രിന്റിംഗ് ജോലികളാണ് നടക്കുക. ഈ അടുത്ത മാസം 4-ാം തീയതി മുതലായിരിക്കും BLOമാർ ഈ ഫോമുകൾ നേരിട്ട് വോട്ടർമാരിലേക്ക് എത്തുന്നത്. വളരെ സുതാര്യമായിരിക്കും ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. ഇന്ന് ജില്ലാ കളക്ടർമാരുടെ ഒരു യോഗം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നടക്കും. ഇതിനൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ പരിശീലനം ഉൾപ്പെടെ ഈ വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, PMCയുമായി ബന്ധപ്പെട്ടാണ്. CPI ഇപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ട് പോലും CPI വഴങ്ങാത്തതോടുകൂടി തന്നെ നാളത്തെ മന്ത്രിസഭാ യോഗം CPI മന്ത്രിമാർ ബഹിഷ്കരിക്കും. നവംബർ 4-ന് ചേരുന്ന യോഗത്തിന് നിർണായകമായ അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ നവംബർ 4-ന് ചേരുന്ന CPI യോഗത്തിന് മുന്നോടിയായി തന്നെ ഒരു സമവായം ഉണ്ടാക്കാനുള്ള നീക്കമായിരിക്കും CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇടതുമുന്നണി യോഗം ചേർന്ന അക്കാര്യത്തിൽ തുടർ നടപടികൾ ആലോചിക്കാനാണ് എന്തായാലും CPMന്റെ തീരുമാനം. ഒപ്പം PMCയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനായി ഒരു പ്രത്യേക കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിക്കുന്ന കാര്യവും സജീവ ചർച്ചയിലുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും തെക്കൻ കേരളത്തിൽ ഇന്ന് സംഭവിക്കാനിരിക്കുന്ന വാർത്തകൾ. ശരി, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.